പറയൂ. എന്റെ പേര് അനീഷ് മുഹമ്മദ്, വയസ്സ് 33. ഞാനിപ്പോ സംസാരിക്കുന്നത് കരിങ്കല്ലത്താണി ന്യൂട്രീഷൻ സെന്ററിൽ നിന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാചുലേഷൻ മാഡം. ഒരു നമ്മൾ കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റിന് ഇത്രയും സിമ്പിൾ ആയിട്ട്, അതും കമ്പനീന്റെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റുകളൊക്കെ ആഡ് ചെയ്തിട്ട് മാഡം പ്രസന്റ് ചെയ്ത ഒരു കാര്യം ശരിക്കും ഈവൻ നമ്മളെ പോലും ഇത്രയും നല്ല ട്രസ്റ്റ് ആക്കാൻ കാരണമാക്കിയിട്ടുണ്ട്. കാരണം ഇതിൽ രണ്ട് രീതിയിൽ ആൾക്കാർ വരാം. ഒന്ന് പ്രൊഡക്റ്റിനെ അറിഞ്ഞു വരാം, രണ്ടാമത്തേത് വ്യക്തിയെ കണ്ടിട്ട് വരാം, റിസൾട്ട് കിട്ടിയ ആളെ കണ്ടാണ്. ഇത് സത്യത്തിൽ ഇന്ന് ആദ്യമായിട്ട് ഒരാൾ കാണുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ന് അവര് ന്യൂട്രീഷൻ ഫുഡ് കഴിച്ചിരിക്കും. കാരണം ഇത്ര കാലം അവർ കഴിച്ച ഭക്ഷണങ്ങളൊന്നും അറിഞ്ഞു കഴിച്ചതല്ല, മുന്നിൽ കിട്ടിയത് കൊണ്ട് അവർ കഴിച്ചതാണ്. അതിലേക്ക് സൂചകമാവുന്ന നല്ല രീതിയിലൊരു പ്രസന്റേഷൻ ആണ് മാഡം അവതരിപ്പിച്ചത്. കൺഗ്രാചുലേഷൻ. ഇതേ ഒരു ചിന്താഗതിയിൽ മുന്നോട്ട് പോയിരുന്ന ഒരാളായിരുന്നു ഞാൻ. കാരണം എനിക്ക് സമീകൃത ഭക്ഷണം കഴിക്കണം, ലഘു ഭക്ഷണം കഴിക്കണം, എന്റെ ഹെൽത്ത് ഇംപ്രൂവ് ആക്കണം എന്നുള്ള ഒരു ആഗ്രഹം നല്ലോണ്ട്. പക്ഷെ അത് എങ്ങനെ ചെയ്യണം എന്ന് അറിയില്ല. അപ്പൊ പല രീതിയിലുള്ള മെത്തേഡുകൾ ഫോളോ ചെയ്തു, 6ഓളം ഡയറ്റുകൾ ഫോളോ ചെയ്തു, ജിമ്മിൽ പോയി. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസോ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷനോ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കറക്റ്റ് ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല. കുറച്ച് ചെയ്യും, പിന്നെ അത് വെച്ചിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്യും എന്ന അതിന്റെ ഒരു സങ്കടവും വിഷമവും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഏകദേശം ഒരു 9.5 വർഷമായിട്ട് മുംബൈയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും കച്ചവടക്കാരനെ നിലക്ക് പാനിന്ത്യ ലെവലിൽ യാത്രയൊക്കെ ചെയ്യേണ്ടി വരും. ആ നാട്ടിലെ ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടി വരിക. എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ മുന്നിൽ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഭക്ഷണങ്ങളാണ് കഴിക്കും ചെയ്യുക. അപ്പൊ എങ്ങനെ എനിക്ക് ഹെൽത്തി ആവാൻ കഴിയും? കുറെ കാലം പട്ടിണി കിടക്കും, അത് കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ട് ഓവർ ഈറ്റിംഗ് ചെയ്യും. ഈ രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ഒരു അവസ്ഥയെന്ന് സത്യത്തിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ വരാൻ ഒരു അവസരം ഉണ്ടായി. വന്ന സമയത്ത് ഈ ഫുഡ് കഴിക്കുന്നതോട് കൂടെ തന്നെ എന്തിനാണ് കഴിക്കുന്നത്, എങ്ങനെയാണ് കഴിക്കേണ്ടത്, എത്രയാണ് കഴിക്കേണ്ടത് എന്നുള്ള കറക്റ്റ് എഡ്യൂക്കേഷൻ എന്നെ ഇതിൽ ഇൻസ്പയർ ചെയ്യിപ്പിച്ചു. ഇതിലെ മോർണിംഗ് സെഷനിൽ നടക്കുന്ന ഓരോ വിഷയങ്ങൾ അത്രത്തോളം മനസ്സിലാക്കാനും കഴിക്കുന്ന ഭക്ഷണങ്ങൾ അറിഞ്ഞു കഴിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് ശരിക്കും അനുഭവിക്കാനും ആ ഫീലിംഗ് കിട്ടാനും തുടങ്ങി. അതിന്റെ ഒരു പരിണിത ഫലം എന്നോണം ഏകദേശം 7.5 മാസം കൊണ്ട് എനിക്കൊരു 51 കിലോ വെയിറ്റ് ലോസ് ചെയ്യാൻ കഴിഞ്ഞു. എന്റെ ബിഫോർ ആഫ്റ്റർ ഫോട്ടോ ഉണ്ടെങ്കിൽ സാർ ഒന്ന് ഷെയർ ചെയ്യണം. അതിനേക്കാൾ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ സ്കിന്നിലുള്ള ഇമ്പ്രൂവ്മെന്റ്. ഇതിന്റെ മുന്നേ പല മെത്തേഡുകളും ഫോളോ ചെയ്തിട്ടുണ്ട്, അത് ടെമ്പററി ഒരു റിസൾട്ട് മാത്രമാണ് കിട്ടിയിരുന്നത്. വീണ്ടും അത് ഷൂട്ടപ്പ് ആവുകയാണ് ചെയ്യാം. എന്നാൽ കറക്റ്റ് ഡെഫിഷ്യൻസി ആണ് കവർ ആവേണ്ടത്, അതിനുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആ രീതിയിൽ എന്റെ കോച്ചിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഫോളോ ചെയ്തപ്പോൾ, കറക്റ്റ് എഡ്യൂക്കേഷൻ എടുത്തപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടാൻ തുടങ്ങി. എനിവേ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെ നോമ്പിന്റെ സാഹചര്യം. മുന്നുള്ള ഒരു സാഹചര്യം എന്ന് വെച്ചാല് 16 മണിക്കൂർ ഫാസ്റ്റിംഗ് എടുക്കും, ബാക്കി 9 മണിക്കൂർ ലോകത്ത് കിട്ടാൻ ടൈം കുറച്ച് കുറവാണ്, ഒരുപാട് ഭക്ഷണം നന്നായിട്ട് കഴിക്കും ചെയ്യും. പക്ഷെ ഇപ്പോ ഇത്രയും നല്ല സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഹെർബാലൈഫ് ന്യൂട്രീഷൻ ഫുഡ് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാല് വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് അതിന്റെ ബെനിഫിറ്റ് അല്ലെ? ഓക്കെ, അപ്പൊ റിസൾട്ട് വളരെ നല്ലതാണ് അല്ലെ? ഇതിലേക്ക് സഹായിച്ച എന്റെ പ്രിയപ്പെട്ട കോച്ച് സിയാദൻ സലീമ, ഓൾ എഡ്യൂക്കേഷൻ ടീമിന് ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു ഹെർബാലൈഫ്, താങ്ക് യു മാർക്യൂസ്.